ബാർക്കോഴ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച് തുടങ്ങി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് മാർച്ച്. ഹരി മോഹൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ഹരി, എന്താവശ്യം ഉന്നയിച്ചിട്ടാണ് ഈ സമരം? നിഷാദ്, വിവിധ ആവശ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെ രാജിയാണ്. എക്സൈസ് മന്ത്രി എം പി രാജേഷും ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസും രാജിവെക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. മറ്റൊന്ന്, ബാർക്കോഴ വിവാദത്തിൽ അന്വേഷണം വേണം. ആ അന്വേഷണം എന്ന് പറയുന്നത് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഒരാവശ്യം. മറ്റൊന്ന്, ഈ വിജിലൻസ് അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ ജുഡീഷ്യൽ അന്വേഷണവും സമാന്തരമായി നടക്കണം എന്നുള്ള ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഇന്നത്തെ നിയമസഭാ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഈ ആവശ്യങ്ങൾ നേരത്തെ തന്നെ പ്രതിപക്ഷം സഭയിലടക്കം ഉന്നയിച്ചിരുന്നു. അതായത് വിജിലൻസിന്റെ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അടക്കം വിജിലൻസിന് കത്തയക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇതുകൂടാതെ തന്നെ UDF പ്രതിപക്ഷം അതിന്റെ ആവശ്യമായി ജുഡീഷ്യൽ അന്വേഷണവും പറഞ്ഞിരുന്നു. അപ്പോൾ സമാന്തരമായി വിജിലൻസ് ജുഡീഷ്യൽ അന്വേഷണങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെയാണ് മന്ത്രിമാരുടെ രാജിയും ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും മാർച്ച് തുടങ്ങിയിട്ടുണ്ട്, നിയമസഭയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാർക്കോഴ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ്. വിവരങ്ങളാണ് ഹരി മോഹൻ നൽകിയത്.